കോതമംഗലം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം. ആ കേസിൽ 12 മണിയാക്കി മാറ്റുകയും ചെയ്തു. അത് തന്നെ കോടതിക്ക് ഈ കാര്യത്തിൽ പോലീസിന്റെ ഇവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയും ജയിലടയ്ക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാത്രി വെളുപ്പിന് 3 മണിക്കാണ്, അതായത് 3 മണിക്ക് ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് ഈ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ വീഡിയോ വഴി ജാമ്യം നിഷേധിക്കണമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാദം പറഞ്ഞ അവസരത്തിൽ ഒരു കാരണവശാലും ജാമ്യം ഈ അവസരത്തിൽ നിഷേധിക്കാൻ കഴിയില്ല. അതായത് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം മാത്രമാണ് നിഷേധിക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതാണിപ്പോൾ അവസാനമായിട്ട് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കിതിനകത്ത് വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇത് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പൊളിറ്റിക്കൽ വശം എന്താണ്? അതായത് തുടർച്ചയായി നിങ്ങളെ ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കണമെന്നൊക്കെ ഒരു വാശി സർക്കാരുണ്ട് എന്നൊക്കെ നേരത്തെ ആരോപിച്ചിരുന്നു. അതൊന്നും നടക്കാത്തതിന്റെ ഒരു സന്തോഷമുണ്ടോ? അല്ല, അതിൽ സന്തോഷമല്ല. ഇത് നീതിയുടെ വിജയമാണ്, നിയമത്തിന്റെ വിജയമാണ്. ഇത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ്. അധികാരമുണ്ട് എന്ന് കരുതി, യൂണിഫോം ഉണ്ട് എന്ന് കരുതി ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ എന്തും ചെയ്യാം, എങ്ങനെയും കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നുള്ളതിനുള്ള ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം സാക്ഷാൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖമാണ് ഇന്ന് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി കോടതിയിൽ കൊടുത്തത്? എന്തൊക്കെ കേസുകളാണ് നിങ്ങൾ എടുത്തത്? ബഹുമാനായ DCC പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും അകത്തിടണമെന്ന് കരുതി നിങ്ങൾ കേസുകൾ എഴുതി കൂട്ടിയപ്പോ ഇതിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന്, നിയമത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പോലും മറന്ന് പോലീസുകാരോ അഭിഭാഷകരോ അല്ലാത്തവർ പോലും ചെയ്യില്ലാത്ത രീതിയിലുള്ള വിവരക്കേടും വിഡ്ഢിത്തരങ്ങളും ചെയ്താണ് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോലീസിന്റെ യഥാർത്ഥ മുഖം ഞങ്ങൾ ഇന്ന് കോടതിയിൽ എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളുടെ ബഹുമാനായ അഭിഭാഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കഠിന ഒരു പ്രയത്നവും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. കോതമംഗലം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്.